ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് മെറ്റീരിയൽ വരിക? തുരുമ്പെടുക്കാതിരിക്കാൻ 50 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഈ കളർ ഫേഡ് ആവരുത്, തുരുമ്പെടുക്കരുത്, ഈ സവിശേഷതകളെല്ലാം വേണമല്ലോ. പായൽ പിടിക്കുന്നതിനെ കുറിച്ച് ഫ്രഷ് വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോൺസ് പോവില്ല. ഇത് ടോട്ടൽ 6 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന്റെ സ്ക്രൂയിങ് എങ്ങനെയാണ് വരിക? ഇതിലെങ്ങനെയാണോ അതിന്റെ ചൂടിന്റെ? തീ പിടിക്കില്ല, നമ്മൾ ഡീസൽ ഒഴിച്ചൊക്കെ കത്തിക്കാറുണ്ട്. നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഏരിയാസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, അത് നമ്മുടെ റൂഫിംഗ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ലീക്കേജ് ഒക്കെ വരുമോ എന്നൊക്കെ ടെൻഷനുള്ള ഒരു പ്രദേശം ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും റൂഫിങ്ങിൽ അത് കൂടുതലാണ്. കൂടുതലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വെക്കുന്ന ഈ കണ്ടംപററി ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കൊളോണിയൻ ഡിസൈനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ റൂഫുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ തന്നെ റൂഫുകൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ റൂഫിങ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ റൂഫിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എസ്തെറ്റിക്കലി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, ക്വാളിറ്റി ബേസിലും ഡ്യൂറബിലിറ്റിയിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ. അതിനായിട്ട് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്ന പത്തനംതിട്ടയിലാണ്. നമ്മുടെ അഫ്ര ഇന്ത്യ അവർ ചെയ്തിരിക്കുന്ന സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈലിൻ്റെ ഒരു വർക്കിന് ഇടയ്ക്കാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ബാക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റേറ്റ്, അതുപോലെ ക്വാളിറ്റി എങ്ങനെ ഇത് വിശേഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്ന അസ്ലമാണ്. അസ്ലം നമ്മുടെ അഫ്രയുടെ ഡയറക്ടറാണ്. യെസ്. അപ്പോൾ ചോദിച്ചോട്ടെ, എവിടെയാണ് ഓഫീസ് വരുന്നത്? ഓഫീസ് വരുന്നത് കളമശ്ശേരി, എറണാകുളം കളമശ്ശേരിയിലാണ് ഓഫീസ് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഗോഡൌൺ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ UC കോളേജിന്റെ അടുത്ത് ഇത് വരുന്നു, സെറാമിക്കിനൊക്കെ ആയിട്ട്. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ വേറെ ഗോഡൌൺസ് ഉണ്ട്, കോയമ്പത്തൂര്, ഭിവണ്ടി, ഗാസിയാബാദ്, എല്ലാ സ്ഥലത്തും കമ്പനി പാർട്ട്നേഴ്സ് ആയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന. ഓക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിനകത്ത് മുഴുവൻ സർവീസ് ചെയ്യുന്ന, കേരളത്തിന് പുറത്തൊക്കെ ഈ സാധനം സപ്ലൈ ചെയ്യുന്ന ഒക്കെ ഒരു ഫോമാണ്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ ഇത് പറയുന്നത് ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്കായിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കിടക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചേറെ വർഷങ്ങളായിട്ടാണ് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ട്. ആൾക്കാർ അറിയുന്ന സോഷ്യൽ മീഡിയ വന്നപ്പോൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഞാൻ ലുലുവിൽ ഇത് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് തൃശ്ശൂർ ലുലുവിലൊക്കെ ഇതാണ് ചെയ്തു പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പറയും, എന്താണ് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ? അതിന്റെ ഒരു സാമ്പിൾ എടുത്ത് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഉണ്ട് അതിന്റെ പ്രൊഡക്റ്റ്. ഇതല്ലേ? അതെ. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് മെറ്റീരിയൽ വരിക? ഇത് ബേസ് വരുന്നത് 0.5 mm ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് വരുന്നത്. ഓക്കെ. ബേസ് ബാക്ക് സൈഡിൽ കാണിച്ചു കൊടുക്കാമല്ലോ അല്ലേ? ഇത് വേറെ ഇത് പുറമെ കോട്ടിങ് വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഹൈ ക്വാളിറ്റി സ്റ്റീലിന് പുറമെ 150 GSM അലൂസിംഗ് കോട്ടിങ് കൊടുത്ത്, അലൂസിംഗ് ആണ്, അത് തുരുമ്പെടുക്കാതിരിക്കാൻ 50 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിനെ കവർ ചെയ്ത ഒരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ലെയർ കൂടി ഉണ്ട്. കാരണം നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ശരി. അപ്പൊ സോൾ ടെസ്റ്റ് ഒക്കെ പാസ്സായി വരുന്നത് നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനോട് വരുന്ന മെറ്റീരിയൽ ആണ്. അതായത് ഇപ്പൊ സ്റ്റീലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GIയുടെ ടോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടലിന് 2 കിലോമീറ്റർ അടുത്ത് യൂസ് ചെയ്തിരുന്നാ പറയാം. അതെ. പഴയ ടിൻ ഷീറ്റ് അങ്ങനെ യൂസ് ചെയ്തിരുന്നാ പറയാം. ഇത് നമുക്ക് കടൽ തീരത്ത് തന്നെ ഉപയോഗിക്കാം. പാസ്സായതാണ്, നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് കൂടി കൊടുക്കും. തുരുമ്പൊന്നും എടുക്കില്ല. കാരണം ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊണ്ടുപോകുന്നവർ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, അവര് പുറത്തു കൊടുത്ത് ടെസ്റ്റ് നടത്തും. അതിന് ശേഷമാണ് ചെയ്യുള്ളൂ. ഇപ്പൊ റെയിൽവേയിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒരുപാട് ബ്രാൻഡുകൾ അവിടെ സാമ്പിൾ കൊടുത്തിട്ട് അതിനകത്ത് പാസ്സായത് അപൂർവം ചില മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. ശരി. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് എന്നാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ശരി. ഇനി ഇത് റഷ്യൻ ബ്രാൻഡാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ചാനൽ പാർട്ട്നേഴ്സ് ആണ്. ഇടയ്ക്കൊരു ഇടനിലക്കാരനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. റേറ്റ് കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റലേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ പറയാം. തീർച്ചയായും. ഇതിൽ ചോദിച്ചോട്ടെ, ഇതിപ്പം മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു സാധാരണക്കാരനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിംഗിൾസ് രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. അതെ അല്ലെ? ഒരു ഷിംഗിൾസിന്റെ ഒരു മോഡേൺ രൂപം എന്നുള്ളത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമുക്കിത് 3 പാറ്റേണിൽ നിലവിൽ അവൈലബിൾ ആണ്. അതായത് ടൈൽ പാറ്റേൺ, റോമൻ പാറ്റേൺ, ഷിംഗിൾസ് പാറ്റേൺ. അതും 18ഓളം കളേഴ്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായും. ഡ്യുവൽ കളേഴ്സ് കൂടാതെ സിംഗിൾ കളേഴ്സ് പല കളേഴ്സിൽ വരുന്നുണ്ട്. പാറ്റേൺ ആണ് ഞങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. സെയിം മെറ്റീരിയൽ ആയിരിക്കും വരുന്നതല്ല. നമുക്ക് ഒറ്റ ക്വാളിറ്റി ഉള്ളൂ, പ്രീമിയം ക്വാളിറ്റി മാത്രം. പലരും പറയുമ്പോൾ അവർക്ക് പല വേരിയന്റിലുള്ള മെറ്റീരിയൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് വരുന്നത് ഒറ്റ ക്വാളിറ്റിയിലായിരുന്നു. കമ്പനി എപ്പോഴും ആ പ്രീമിയം ക്വാളിറ്റി മാത്രം, അവരുടെ ബ്രാൻഡ് നെയിം കളയാതിരിക്കാൻ വേണ്ടി അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്താണ്. തീർച്ചയായും. ഇതിൽ ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തലേ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച ചോദ്യമുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഗ്രാനുൾസ് ആണല്ലോ, ഇതിൽ തന്നെ ക്വാളിറ്റി വ്യത്യാസങ്ങളില്ലേ? അതെ. ഇപ്പൊ ചൈനീസ് ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ
പ്ലാസ്റ്റിക് സ്റ്റോൺസ് വരെ കളർ ചെയ്ത് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഫെയ്ഡ് ആയി പോകും. 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും കളർ ഫെയ്ഡ് ആവും. പക്ഷെ ഇതിൽ വരുന്നത് നാച്ചുറൽ ബസാൾട്ട് സ്റ്റോൺ ആണ്. ഇതിൽ പിഗ്മെന്റ് ചെയ്യുന്നത് മാത്രമാണ് വർഷങ്ങളോളം കളർ ഈട് നിൽക്കുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റിന് 50 വർഷം കമ്പനി വാറന്റി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കളർ ഫെയ്ഡ് ആവരുത്, തുരുമ്പെടുക്കരുത്, ഈ സവിശേഷതകളെല്ലാം വേണമല്ലോ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് ബസാൾട്ട് സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺ. ഓക്കെ. ഇളകി ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോഴത്തേക്ക് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇളകി പോകാന്നൊക്കെ ഉള്ളത്. ഇല്ല, അങ്ങനെ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തൂത്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം. കമ്പനിയുടെ നമ്മുടെ വാറന്റി കാർഡിലും കാര്യങ്ങളിലും അതിനെപ്പറ്റി ഇത് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിന് പുറമെ ഒരു അക്രലിക് വാർണിഷ് കൊടുക്കുന്നുണ്ട്. ഇതിന് മേളിൽ വാർണിഷ് ഉണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ സെൽഫ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന പൊടി സെൽഫ് ക്ലീനിങ്ങിന് വേണ്ടി. പക്ഷെ ഒരുപാട് പൊടി അടിക്കുന്ന ഏരിയയിലാണെങ്കിൽ ഇതിന് മേളിൽ പൊടി പിടിക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് പ്രഷർ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുക്കും. അങ്ങനെ വന്നാൽ പക്ഷെ വരാറില്ല, വന്ന് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. ഈ കോട്ടിങ് പറഞ്ഞല്ലോ, എക്സ്ട്രാ ഒരു കോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്നാലും നമ്മളിപ്പോ പൊടി സെഡിമെന്റേഷൻ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഫംഗൽ ആൽഗ അറ്റാക്കിന്റെ ഒരു സാഹചര്യം എന്താണ് ഇതിനകത്ത്? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്രിലിക് വാർണിഷ് കൊടുത്തിരിക്കുന്നത്. കാരണം നേരത്തെ വന്നുകൊണ്ടിരുന്ന മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഷിംഗിൾസ് ഒക്കെ പല സൈഡിലും ചെയ്തിട്ട് ഒരുപാട് പായൽ പിടിച്ചിട്ടുണ്ട്, പല സൈഡിലും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചൂസ് ചെയ്ത മെറ്റീരിയലിലാണ്. നമുക്കാണെങ്കിൽ പോലും ഒരുപാട് വേരിയന്റിലുള്ള ഷിംഗിൾസ് ഉണ്ട്. ഇതിനകത്ത് ആൽഗെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അതേ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് ഇതിൽ അക്രിലിക് വാർണിഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും കഴിഞ്ഞ ദിവസം വേറെ ആൾ ചോദിച്ചൊരു സംഗതിയാണ് ഞാനിപ്പോൾ ചോദിച്ചത്, പായൽ പിടിക്കുന്നതിനെ കുറിച്ച്. സ്വാഭാവികമായിട്ടും സെഡിമെന്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും മഴ വെയിൽ എന്ന് വരുമ്പോഴത്തേക്കാണ് പായലിനുള്ള അല്ലെ ഫംഗലാൽ ഏറ്റാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് പ്രോബ്ലംസ് ഇല്ലാതെ വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്രഷർ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റോൺസ് പോവില്ല. ഈ പ്രഷർ വാഷ് ചെയ്യുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു അഡ്വൈസ് ഉണ്ടോ കസ്റ്റമർക്ക്? എത്ര പ്രഷർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അധികം പൊടി പിടിക്കാത്ത ഏരിയ ആണ്. ശരി. പക്ഷെ ടൗൺ ഏരിയ ആണ്, ഒരുപാട് പൊടി പിടിക്കുന്ന ഏരിയ ആണെങ്കിൽ അങ്ങനെ പിടിച്ചേക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. വന്നാൽ നമ്മളിപ്പോ നിലവിൽ കമ്പനിയുടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ധാരാളം വീടുകൾ മാറ്റി സൈഡിലായിട്ടുണ്ടല്ലോ. അപ്പൊ അവിടേക്ക് പണി നടക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരുപാട് പൊടിയാണ് വരിക. അങ്ങനെയുള്ള പ്രഷർ വാഷ് ചെയ്യുന്ന കാര്യം കൂടെ ചോദിച്ചിട്ട് അടുത്തതിലോട്ട് പോകാം. അതായത് പ്രഷർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അറിയാം നമുക്ക് അത്രയും പ്രഷറാണ്. പ്രഷർ വാഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. അത് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാനുവൽസ് ഇളകി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ? പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിന് മാത്രമാണ് നമുക്ക് പ്രഷർ വാഷ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പ്രഷർ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറയും അതിനകത്ത് നമുക്ക് സ്റ്റോൺസിൽ ഇളക്കം വരുമോ? ഇളക്കം വന്നാൽ നമുക്ക് അതിനകത്ത് വാറന്റി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ പോവില്ല, നമുക്ക് ഗ്യാരണ്ടിയാണ്, പ്രോബ്ലംസ് ഒന്നും വരില്ല. ബാക്ക് സൈഡിൽ ഒരു നമ്മൾ പറഞ്ഞ ആലൂസിങ്ക്, അതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് ആലൂസിങ്ക് കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പെർലിംഗ് ഡിസ്റ്റൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എങ്ങനെയാണ്? ഓരോ മെറ്റീരിയലിനനുസരിച്ചുണ്ട്. നമ്മളാണെങ്കിലും പറയാറുണ്ട് സാമ്പിൾ വെച്ച് ഇത് അടിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. സാമ്പിൾ വെച്ചെന്ന് വെച്ചാൽ അതായത് നമ്മള് ഇത് ഡ്രസ്സ് അടിക്കുന്ന സമയത്ത് ഓരോ മെറ്റീരിയലിനും അവർ കൊടുത്തിരുന്ന പെർലിംഗ് ഡിസ്റ്റൻസ് ആ ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ആ ഇവിടെയാണ് നമ്മുടെ പർലിംഗ് വരുന്നത്, അടുത്ത പർലിംഗ് ഇവിടെ വരും. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 370 mm ആണ് നമുക്ക് വരിക. ശരി. ഓക്കെ, അത് ഇതനുസരിച്ച് ഏത് മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രസ് അടിക്കുന്നതിന് മുന്നേ തീരുമാനിക്കണം. അങ്ങനെ നമുക്ക് അടിക്കാൻ പാടുള്ളൂ, എന്നിട്ടേ ചെയ്യാവുള്ളൂ. കാരണം ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ സെറാമിക് ടൈൽസ് ഒക്കെ ആണെങ്കിൽ 340 mm ഒരു ആവറേജ് വരുന്നത്. ഓരോ ബ്രാൻഡിനനുസരിച്ച് അതിൽ മാറ്റം വരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ തീരുമാനം ഏത് ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ല ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്നു എല്ലാം തീരുമാനിച്ചിട്ട് ഡ്രസ് ചെയ്യുന്നത്. ഇതിനൊരു ഗുണം എനിക്ക് തോന്നി, ഇത് സാധാരണ നമ്മൾ ഓടി ചെയ്യുമ്പോഴത്തേക്കും പെർലിംഗ് വരുമ്പോൾ ഇങ്ങനെ ഒരെണ്ണോടെ വരും. കാര്യം അതിന്റെ വലിപ്പം അനുസരിച്ചല്ലേ? കാരണം വലിപ്പം മാത്രമല്ല, അതിനകത്ത് വെയിറ്റും ഇതാണ്. കാരണം ഒരു ഓടിന് 2.5 കിലോ വരെയൊക്കെ സെറാമിക് എങ്ങനെയാണ് 2.5 കിലോ വെയിറ്റ്? 6 സ്ക്വയർ ഫീറ്റ് വരുന്ന നമ്മുടെ മെറ്റീരിയലിന് മൊത്തത്തിൽ 300 വെയിറ്റ് ഉള്ളൂ. ഇത് ടോട്ടൽ 6 സ്ക്വയർ ഫീറ്റ് ആണ്. 6.06 സ്ക്വയർ ഫീറ്റ് ആണ് വരിക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിറ്റ് പറഞ്ഞാലോ, ഏകദേശം 200 വെയിറ്റ് ഉള്ളൂ ഒരു പീസിന്. ഇത്രയും വലിയ 6 സ്ക്വയർ ഫീറ്റിൽ ഒരു കാര്യമാണ് പറയുന്നത്. ടൈലൊന്നും വന്നാൽ ഈ വലിപ്പത്തിൽ കിട്ടത്തില്ലല്ലോ. പിന്നെ ഇതിന്റെ ഒരു എന്താ പറയാ, നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സാധാരണഗതിയിലുള്ള വെയിറ്റ് ഇതിന്റെ മേളിൽ കയറുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പല ഏരിയ അനുസരിച്ചിട്ടാണ് പലപ്പോഴും ഈ ട്രസ്റ്റിന്റെ ഒരു ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അതിലെടുത്ത് ചോദിക്കാനുള്ളത് ഇതിന്റെ സ്ക്രൂയിങ് എങ്ങനെയാണ് വരിക? ഇതിന്റെ സ്ക്രൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫാബ്രിക്കേറ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 സ്ക്രൂവിൽ തീർക്കും. പക്ഷെ നമ്മുടെ കമ്പനി ഇതിന് സജസ്റ്റ് ചെയ്യുന്നത് 6 സ്ക്രൂ ആണ്. കാരണം 230 km/h വരെയുള്ള വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർ പറയുന്നുണ്ട്. കിട്ടണമെങ്കിൽ ഇതിന് വെയിറ്റ് ഇല്ല.
ഇത് ശരിക്കും ഈ ട്രസ്സേൽ പിടിച്ചിരിക്കുന്നതിലാണ് വെയിറ്റ്. ഇത് ആ വയറിന്റെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ 3 സ്ക്രൂ ഇതിൽ കൊടുക്കും. ഓക്കെ. അടുത്ത ലെയർ വരുമ്പോൾ അത് കവർ ചെയ്ത് പോവാണ്. അത് വിസിബിൾ ആയിരിക്കില്ല. വിസിബിൾ ആയിട്ട് വരുന്ന ഈ സൈഡിൽ നിന്ന് കൊടുക്കുന്ന 3 എണ്ണം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺസ് അവൈലബിൾ ആണ്, കമ്പനി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റോൺസ് വെച്ച് ഗമ്മ് കൊടുത്ത് അതിന്റെ പുറത്ത് സ്റ്റോൺ ചെയ്ത് വേണമെങ്കിൽ മറിച്ച് കളയാം. അതായത് വെളിയിൽ വരുന്ന സ്ക്രൂസ് നമുക്ക് ഇതേ സാധനം സെയിം സ്റ്റോൺ കൊടുത്ത് നമുക്ക് അത് കളയാൻ പറ്റും. അപ്പൊ മഴ വല്ലതും നിരന്തരം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പോവില്ല. കാരണം ഇതിനെ ഉപയോഗിച്ച സെയിം ഗമ്മ് തന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കാണ്. ആ ഗമ്മിലാണ് ഒട്ടിക്കുക. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രശ്നം വരത്തില്ല. വിൻഡിന്റെ നമ്മൾ ഓൾറെഡി ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. വിൻഡ് എന്ന് പറഞ്ഞാൽ 230 വരെ നമുക്ക് പ്രതിരോധിക്കാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡ് പറയുമ്പോഴത്തേക്കും സെറാമിക്കോട്ടായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ സെറാമിക് ആയിക്കോട്ടെ നാടനോട് ആയിക്കോട്ടെ അത്യാവശ്യം ഈ വലിയ കൂരയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്നാണ് ഇത് പൊക്കിക്കളയുക. അതിന് പ്രത്യേകിച്ച് പിടുത്തമൊന്നും ഇല്ലല്ലോ അല്ലേ. നാടനോടനും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ വരുമ്പോൾ സ്ക്രൂയിങ് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും വലിയ വിൻഡുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. ട്രസ് പോയാൽ മാത്രമാണ് അത് പോകുക. ട്രസ് പോയാൽ മാത്രമാണ് പോവുക. യെസ്. ഇതില് ചോദിക്കേണ്ട 2-3 കാര്യങ്ങൾ. തുരുമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും. വെയിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എടുത്തു പറയേണ്ട സാധനം ചൂടാണ്. ചൂട് തീർച്ചയായും അല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുന്ന സാധനം എങ്ങനെയാണ് ചൂട്. ഇതിലെങ്ങനെയാണോ ഇതിന്റെ ചൂട് എന്ന് വെച്ചാൽ നമ്മുടെ ട്രഫോൾഡ് ഷീറ്റിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം ഇതിന്റെ സ്റ്റോൺസ് ആണല്ലോ, മുകളിൽ വരുന്ന സ്റ്റോൺസ് ഇതിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അകത്തേക്ക് അങ്ങനെ വരില്ല. ഇപ്പൊ ഒരുപാട് ചൂടുള്ള ഏരിയയിലാണെങ്കിൽ പോലും ഇത്തിൽ പിടിച്ചാൽ അല്പം ചൂടല്ലാതെ നമുക്ക് ഇതിന് അടിയിലേക്ക് ഫീൽ ചെയ്യില്ല. താഴേക്ക് അതിനെ ഇത് ചെയ്യത്തില്ല എന്നുള്ള സൗണ്ട് പ്രൂഫ് ആണ്. മഴയുടെ ഒന്നും സൗണ്ട് ഇല്ല, മഴയുടെ സൗണ്ട് ഉള്ളിലേക്ക് പ്രഷർ വാഷ് ചെയ്ത് നമ്മൾ കാണിക്കാറുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കാണിക്കാറുണ്ട്. ഉള്ളിലേക്ക് അത്ര സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. കാര്യം ഇതിനകത്ത് ഏറ്റവും അതുപോലെ തീ പിടിക്കില്ല. ഫയർ റിട്ടാർഡന്റോ തീ പിടിക്കില്ല. നമ്മൾ ഡീസൽ ഒഴിച്ചൊക്കെ കത്തിക്കാറുണ്ട്. അതെ. തീ പിടിക്കില്ല. സ്റ്റോൺസിന് അങ്ങനെ കളറും മങ്ങുന്നില്ല. വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ. അഥവാ തീ പിടിച്ചാൽ പോലും നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വലിയ തീപിടുത്തമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷമൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ചുമ്മാ കത്തിച്ച് കാണിക്കാമോ ചെയ്ത് കൊടുക്കാം. ചൂട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറ്റും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തു പറയാനായിട്ട്. സൗണ്ടും ചൂടും നമുക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. പാലക്കാട് ഏരിയയിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവിടെ നല്ല ചൂടുള്ള ഇപ്പൊ എല്ലായിടത്തും ആയി. എന്നാൽ പോലും പാലക്കാട് പൊതുവെ ചൂട് കൂടുതലുള്ള ഒരു മേഖലയും കൂടിയാണല്ലോ. എപ്പോഴും ഒരു കസ്റ്റമർ ഏതൊരു പുതിയ പ്രോഡക്റ്റും, ഇത് പുതിയ പ്രോഡക്റ്റ് അല്ല, വീണ്ടും പറയട്ടെ, ഇത് കുറച്ച് നാളായ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇവിടെ കിട്ടിയ പ്രോഡക്റ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രാൻഡ് അനുസരിച്ചൊക്കെ ഇത് വ്യത്യാസം വരും അല്ലേ. പല ബ്രാൻഡുകൾക്കും പല ഇതും കാര്യങ്ങളും. സെറാമിക്കോടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. റേറ്റിന്റെ കാര്യം എങ്ങനെയാണ്? എനിക്ക് ഇതിന്റെ ഏകദേശ പ്രൈസ് ഇൻ ബിറ്റ്വീൻ റേറ്റ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും? ബിറ്റ്വീൻ റേറ്റ് പറയുകയാണെങ്കിൽ ഇതൊരു 220 to 300 എന്നുള്ള രീതിയിലേക്ക് പോകും. എല്ലാം അടക്കമല്ലേ വരിക? എല്ലാം അടക്കം. അതായത് നമുക്ക് സെറാമിക് ടൈൽസ് പറയുമ്പോൾ നമുക്ക് വരുന്ന ആക്സറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-way, അതുപോലെ തന്നെ റിഡ്ജ്, ഒരു ഹിപ്പിന്റെ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിനെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമറിന്റെ താല്പര്യപ്രകാരമാണ്. കാരണം മെയിൻ ആയിട്ട് തന്നെ റിഡ്ജ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ സാധനം ഉണ്ടല്ലോ. അതെ, അത് റിഡ്ജ്. ഇതാണ് റിഡ്ജ് വരുന്നു. മെയിൻ ആയിട്ട് ആ റിഡ്ജ് ആണ് ഒരു ആക്സസറി വരിക. റിഡ്ജിന്റെ സൈസ് ഇത് തന്നെയാണോ? 6.6 feet. ഇതാണ് റിഡ്ജ്. ഓക്കെ. ഇത് കൂടാതെ നമുക്ക് വരുന്നത് വാലിയാണ്. ചില കസ്റ്റമേഴ്സ് വാലി വെക്കണ്ടെന്ന് പറയും. അത് ഓരോരുത്തർ ഇതിനനുസരിച്ചാണ്. അല്ല, ഇത് അകത്ത് മറഞ്ഞു പോകുന്നതല്ലേ, അങ്ങനെ കാണുന്നില്ല എന്നുള്ള ഇതില്. പക്ഷെ ഇത് വെക്കുകയാണ് ഏറ്റവും ഭംഗി. സേഫ് അല്ല, രണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭംഗി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഏരിയ ആണെങ്കിലും നമ്മുടെ ഇതിവിടെ നിന്ന് വരുമ്പോൾ ഇത് മൊത്തത്തിൽ മേഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് 6.6 feet തന്നെ അല്ല, കട്ട് ചെയ്ത പീസ് ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ സൈഡിൽ ബാർജാണിത്. അതൊരു എസ്തെറ്റിക്കലി അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അങ്ങനെ പല ആക്സറീസ് ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, കൂടുതൽ ആക്സറീസ് ഉണ്ട്. അതായത് ബാർജ് വരുന്നത് വെച്ചാൽ നമ്മുടെ സൈഡിൽ വരുന്ന പർലിങ്, അതുപോലെ തന്നെ റാഫ്റ്ററിന്റെ ഇതൊക്കെ കാണാതെ പുറത്തേക്ക് വരാതെ വെക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ബാർജ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതില് എനിക്ക് തോന്നിയ ഒരു ഡിഫറെന്റ് സംഗതി എന്താന്ന് വെച്ചാൽ, ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റീൽ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറോ ലൈറ്റ് ഗ്രീൻ കളറോ, അത് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചാണ് വരുന്നത്. അതിന്റെയാണ് ഇത് കമ്പയർ ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ധാരാളം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെറാമിക്കോട് ആയതുകൊണ്ട് അതുമായിട്ടൊക്കെ എനിക്ക് വന്ന റേറ്റ് വൈസ് കമ്പയർ ചെയ്തപ്പോൾ സെറാമിക്കോടാണെങ്കിൽ പോലും നിങ്ങൾക്ക് 150 to 210 ഒക്കെയാണ് മൊത്തം മേഞ്ഞ് വരുമ്പോഴേ. ഓടിന്റെ റേറ്റ് അല്ല നമ്മൾ പറയുന്നത്. കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എങ്ങനെ ചെയ്യാൻ പറയുന്നു ആ തരത്തിൽ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ
കസ്റ്റമൈസ് ചെയ്തും ചില ആക്സസറീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മൾ ഡയറക്റ്റ് കമ്പനിയുടെ ചാനൽ പാർട്ണർ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഈ റേറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇത് ഒരേ പ്രോഡക്റ്റ് നമ്മൾ കാണുന്ന ഒരേ പ്രോഡക്റ്റ് ബ്രാൻഡിലൊക്കെ വ്യത്യാസമുണ്ടോ, പക്ഷെ അതിൽ തന്നെ റേറ്റ് വ്യത്യാസങ്ങൾ കാണുമല്ലോ, അതെന്താ അങ്ങനെ? അത് പലതരത്തിൽ ചെയ്യാൻ പറ്റും. അതായത് 0.35 മുതൽ സ്റ്റോൺ കോട്ടൺ ഷീറ്റ് ബേസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് 0.35 മുതൽ ഇന്ന് 0.5 വരെ അതാണ് മാക്സിമം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ശരി, ഇത് കൂടാതെ ഇതിന്റെ അലൂസിങ് കോട്ടിങ് അതും ഈ പറയുന്ന കണക്ക് തന്നെ 120 മുതൽ അതിൽ താഴെയുണ്ട് കേട്ടോ. ഓക്കെ, ചില ചൈനീസ് ബ്രാൻഡുകൾ അതിന് താഴെയുണ്ട്. 150 വരെയുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതിന് മേളിലും ചിലർ പറയുന്നുണ്ട്, അതായത് പലർക്കും ഇത് പറയുന്നുണ്ടെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റപ്പാലത്തെ ഞാൻ സാറിന് ആദ്യം ഒരു കൊട്ടേഷൻ കാണിച്ചു. അതിനകത്ത് കാണിച്ചതെന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് 150 GSM അല്ലേ ഉള്ളൂ, എനിക്ക് 200 GSM ഉള്ള മെറ്റീരിയലിന്റെ എനിക്ക് കൊട്ടേഷൻ കിട്ടിയെന്ന്. ശരി, അപ്പോൾ ഞാൻ അവരോട് പറയാം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, എനിക്ക് ആ കൊട്ടേഷൻ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. റേറ്റ് കാണിക്കേണ്ട, മറിച്ചിട്ട് എനിക്ക് അവർ ആ കൊട്ടേഷൻ ഇട്ട് തന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും അവരുടെ മെറ്റീരിയലിന്റെ വെയിറ്റ്. അതായത് 0.5 mm ബേസ് മെറ്റീരിയൽ തിക്നെസ്സും 150 GSM അലൂസിങ് കോട്ടിങ് ഉള്ള നമ്മുടെ മെറ്റീരിയലിന്റെ വെയിറ്റ് വരുന്നത് 3,100 to 3,150 വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 150 GSM എന്ന് പറയുമ്പോൾ GSM ഗ്രാം പെർ സ്ക്വയർ മീറ്റർ ആണ്. GSM കൂടുമ്പോൾ വെയിറ്റ് കൂടണം. അപ്പോൾ 200 GSM ഉള്ള മെറ്റീരിയലിന് നമ്മുടെ മെറ്റീരിയലിനെങ്കിലും വെയിറ്റ് വരണമല്ലോ. അതെ, അവരുടെ മെറ്റീരിയലിന്റെ വെയിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നത് 2,900 അവരുടെ വെയിറ്റ് ഉള്ളൂ. 10 ഷീറ്റിന്റെ വെയിറ്റ് തന്നെ 29 കിലോ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വെറുതെ പറച്ചിലേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ റെയിൽവേയിലൊക്കെ കൊടുത്തു 150 GSM ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത പലരുടെയും മെറ്റീരിയൽ പാസ്സായില്ല. അത് കാരണം അവർ ഈ കുറഞ്ഞ മെറ്റീരിയൽ ഈ ഇതിന്റെ പേരിൽ പറഞ്ഞു വിൽക്കും ആ തരത്തിൽ. അപ്പോൾ അവർക്ക് റേറ്റ് ഒരുപാട് താത്തി കൊടുക്കാനും പറ്റും, വളരെ ചീപ്പായിട്ട്. സെറാമിക് ടൈൽസിന്റെ ഒക്കെ റേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്കല്ല, കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കാം. അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റോൺസ് വരെ കളർ ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആയി പോകും. നമ്മൾ 50 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നതാണല്ലോ. ഈ 50 വർഷം വാറണ്ടി കൊടുക്കണമെങ്കിൽ ഒന്ന് ഈ ബ്രാൻഡ് വന്നിട്ട് ഒരു മിനിമം ഒരു 10-30 വർഷമെങ്കിലും ആയിരിക്കണം, ജനങ്ങൾ കണ്ടിരിക്കണം. പക്ഷേ ഇത് പുതിയതായിട്ട് നമ്മൾ മാർക്കറ്റിൽ കേൾക്കുന്ന പല പേരിലും ഇപ്പൊ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഈ പറഞ്ഞ കണക്ക് ഫേക്ക് ചെയ്തിട്ടുള്ള കൊട്ടേഷൻസും കാര്യങ്ങളും ധാരാളം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് ഇവിടുത്തെ വീട്ടുകാരനാണ്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫീഡ്ബാക്ക് എടുത്ത് ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. രാജു ജോർജ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അത് കേട്ടിട്ട് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ്, സർവീസ് കാര്യങ്ങൾ നമുക്ക് പറയാം. എൻ്റെ പേര് രാജു ജോർജ്. ഞാൻ പത്തനംതിട്ടയില് എൻ്റെ വീട്. അപ്പം എൻ്റെ ഒരു വീട് പണി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഓരോ രീതിയിലുള്ള മെറ്റീരിയലിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു നമ്മുടെ റൂഫ് എന്നുള്ളത്. അപ്പോൾ റൂഫിലേക്കുള്ള ടൈലിനെ പറ്റി ഇങ്ങനെ തിരക്കിയപ്പോൾ പല രീതിയിലുള്ള മെറ്റീരിയൽ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള മെറ്റീരിയൽസിനെ പറ്റി ഉള്ള ഐഡിയാസൊക്കെ കിട്ടി. എന്നാൽ അതിൽ ഏറ്റവും മെച്ചമായത് ഏതാണെന്നുള്ളത് ഇങ്ങനെ തിരക്കിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തെ സ്റ്റഡിക്ക് ശേഷമാണ് എനിക്കൊരു ഒരു ഐഡിയ കിട്ടിയത്. സ്റ്റോൺ കോട്ടഡ് ടൈൽസിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അതിൽ തന്നെ നോക്കിയപ്പോൾ പല കമ്പനി ആ ഐറ്റംസ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതായിട്ടും അവരുടേതായിട്ടുള്ള ഇൻഫർമേഷനും മറ്റുമൊക്കെ എനിക്ക് തന്നു. എന്നാൽ അതിൽ ഏറ്റവും മെച്ചമായിട്ടുള്ളത് ഏതെടുക്കണമെന്നുള്ള ആ ഒരു തത്രപ്പാടിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ അസ്ലമിനെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അസ്ലമിനെ പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ വിവരങ്ങളും തിരക്കിയപ്പോൾ എനിക്ക് ഏറ്റവും മെച്ചമായത് അസ്ലമിൽ നിന്നുള്ള മെറ്റീരിയൽ എടുക്കണമെന്നായിരുന്നു. മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുമല്ലോ, ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റിക്ക് ശേഷം നമ്മളതിൻ്റെ പ്രൈസ് നോക്കണം. പ്രൈസ് നോക്കി കഴിയുമ്പോഴത്തേക്ക് അത് രണ്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവീസാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിയ അസ്ലാമിനെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ ചെക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ മിസ്റ്റർ അസ്ലാം എന്നോട് പറഞ്ഞു, ഈ ഒരു മെറ്റീരിയൽ ഇപ്പോഴത്തെ കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും കരുതി ഇത് തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അസ്ലാം പറഞ്ഞു, ഇത് ഒരു രീതിയിലും തുരുമ്പിക്കില്ല, സ്റ്റോൺ കോട്ടഡ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 5-6 മെറ്റീരിയലിൻ്റെ ലെയറാണ് വരുന്നത്. അത് ഒരു രീതിയിലും അത് കേടാകില്ല. അപ്പോൾ ഒരു സംശയം വന്ന് കേടാകുമോ ഇല്ല എന്നത് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു പാത്രത്തിൽ കുറേ വെള്ളം നിറച്ചിട്ട് അതിൽ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇത് കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കേടാകില്ല. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരാഴ്ചയെങ്കിലും അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാകില്ല എന്നുള്ള ആ ഒരു ബോധ്യം വന്നതിന് ശേഷം ഞാനങ്ങ് തീരുമാനിച്ചു പ്രിയ അസ്ലമിൽ തന്നെ മെറ്റീരിയൽ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്പനിയെ, ഇസ്ലാമിൻ്റെ കമ്പനിയെ, അഫ്ര എന്ന കമ്പനിയെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം.
അവർ തുടങ്ങിയ സമയം മുതൽ മെറ്റീരിയൽ അവിടെ കൊണ്ട് തരുന്നതും വരെ മാത്രമല്ല, അതിനുശേഷം ലേയിങ്ങിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. ഇതേവരെ ഓരോ സമയത്തും വിളിച്ച് എന്നോട് അന്വേഷിക്കുകയും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അന്വേഷിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുകയും ഞാൻ തീർത്തും അതിൽ സന്തുഷ്ടനാണ്. എനിക്ക് കൊടുത്ത പൈസയ്ക്ക് മുതലായ രീതിയിൽ തന്നെ ഞാനതിന് വളരെയേറെ സന്തോഷവാനാണ്. നല്ല മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷമെങ്കിലും ഇത് കേടാകാതെ എനിക്ക് അത് ഉപയോഗിക്കാമെന്നുള്ള ഒരു ബോധ്യമുണ്ട്. നമ്മൾ ഗുണവണം എവിടെയൊക്കെയാന്ന് പറഞ്ഞു, ബ്രാഞ്ചസ് എവിടെയൊക്കെ ഉണ്ടാവും? ബ്രാഞ്ചസ് നമുക്ക് ഹെഡ് ഓഫീസ് വരുന്നത് എറണാകുളം കളമശ്ശേരിയിലാണ്. പിന്നെ മറ്റ് ബ്രാഞ്ചസ് വരുന്നത് തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. കോഴിക്കോട്, അതായത് വടക്ക്, തെക്ക്, നടുക്ക് എല്ലായിടത്തും ഉണ്ടല്ലേ? അതെ. തുടക്കത്തിലൊന്ന് ഹിന്റ് വിട്ടതാണ് നമ്മുടെ സർവീസിനെ കുറിച്ച്. ആ സർവീസ് പറഞ്ഞു. നമ്മുടെ കേരളത്തിലുടനീളം നമ്മുടെ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ അല്ലാതെ നമ്മൾ സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ഔട്ട്സൈഡ് കേരള അല്ലാതെ പ്രോഡക്റ്റ് മെറ്റീരിയൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ മാത്രമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെറ്റീരിയൽ മാത്രം എന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും ഇൻസ്റ്റലേഷൻ ചെയ്തെത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ സപ്ലൈയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാലും കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ എല്ലായിടത്തും വെളിയിലേക്കാണെങ്കിൽ മെറ്റീരിയൽ സപ്ലൈ ഇപ്പോൾ തമിഴ്നാട്, കർണാടകയിലൊക്കെ നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാറുണ്ട്. ഷോപ്പുകളിൽ കൊടുക്കാറുണ്ട്, അതുപോലെ ഫാബ്രിക്കേറ്റേഴ്സിന് നമ്മൾ സപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ഇതിനിടയ്ക്ക് ഒരു ഇടനിലക്കാരൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, നമുക്ക് ഡയറക്റ്റ് ഇത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് മെറ്റീരിയൽ എടുത്ത് അവർ വേറെ ഫാബ്രിക്കേറ്റർ കൊണ്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഒരു സൂപ്പർവിഷൻ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു മാനുവൽ കൊടുക്കും. അതുകൂടാതെ ഈ കമ്പനിയുടെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ? ചാർജ് ഈടാക്കുന്നില്ല, അല്ലാതെ തന്നെ ഇപ്പൊ റെനോവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ ഒന്നും ചിലപ്പോൾ അതിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് വേണമെങ്കിൽ അവർക്ക് ഡിസൈൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും, ഡ്രോയിങ് ചെയ്ത് കൊടുക്കുക അല്ലേ? യെസ്, ഞങ്ങൾ പറയുന്നത് റൂഫിങ്ങിന്റെ ആണ്. എന്ന് പറയുമ്പോൾ മൊത്തം റൂഫിങ്ങിന്റെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യും. തീർച്ചയായും. അത് ഇൻസ്റ്റലേഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ. കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ നമ്മൾ ഈ സാധനം മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്? നിലവിൽ മെറ്റീരിയൽ സപ്ലൈ നമ്മൾ അങ്ങ് മഹാരാഷ്ട്ര വരെയൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. അത് നമുക്ക് ഇപ്പോഴും കൊടുക്കാൻ സാധിക്കും. വാറന്റി നമ്മൾ എത്രയാ? വാറന്റി 50 വർഷമാണ് കമ്പനി പറയുന്നത്. അതായത് ഈ 50 വർഷം വാറന്റി എന്ന് വെച്ചാൽ സാധാരണ ഏതൊരു മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് നമ്മൾ മേടിക്കുമ്പോൾ ഓൺ സ്പോട്ടിൽ വാറന്റി കാർഡ് കൊടുക്കുക ചെയ്യും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഏതൊരു പ്രോഡക്റ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ റൂഫിംഗ് മെറ്റീരിയലിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറിന് ബില്ലടിച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഫോട്ടോസ് കമ്പനിക്ക് കൊടുത്തു കഴിയുമ്പോൾ കമ്പനി ഡയറക്റ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ ഇന്നയാളുടെ സൈറ്റിൽ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലായിരിക്കും വാറന്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് അവിടുന്ന് തന്നെ ഓൺലൈനിലാണ് നമ്മൾ സാധനം വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ? കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അല്ലെങ്കിൽ കമ്പനി പറയും ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ് അല്ല ഇത് വേറെയാണെന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് പോവാം. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത സമയത്ത് ചെയ്തില്ല, അവർ വേറെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയായിരുന്നു, അങ്ങനെ അതിനകത്ത് ഇത് വന്നാന്നൊക്കെ പറയാമല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമറിന് എല്ലാ രീതിയിലും എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റണം അങ്ങനെ വന്നാൽ. അപ്പോൾ ഒരു വീട് ചെയ്യുന്ന സമയത്ത് റൂഫിങ് ചെയ്യുമ്പോൾ എപ്പോഴും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മെറ്റീരിയൽ നമ്മൾ പറയാറുണ്ട്. ആ മെറ്റീരിയലും ഇതുമായിട്ടുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ കൃത്യത്തിൽ പറഞ്ഞ് ഏതാണ്ട് ഒരു 90 വ്യത്യാസത്തിൽ ഇൻ ബിറ്റ്വീൻ ഒരു 100 താഴെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏസ്തെറ്റിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള അത്ര അടിപൊളി ഒരു പ്രൊഡക്റ്റ്. ബാക്കി ഒരു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സർവീസ് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. പ്രൊഡക്റ്റ് എത്ര ബെസ്റ്റ് ആണെങ്കിലും സർവീസ് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവില്ല. അതേസമയം പ്രൊഡക്റ്റ് എത്ര ബാക്കിലോട്ട് വന്നാലും സർവീസ് സൂപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കും. അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർക്ക് എപ്പോഴും കിട്ടേണ്ട സാധനം ആ ഒരു സർവീസാണ്. ആ സർവീസും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റും നിങ്ങൾക്ക് കിട്ടും. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ചു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ. ഇതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ വേണമെങ്കിൽ ആവശ്യപ്പെടും, നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സൈറ്റിലാണ് എന്ന് മാത്രമാണ്. ഇനി ഇതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അജയ് ശങ്കർ സൈനിക, ഡോക്ടർ ഇന്ത്യ.